അനാവശ്യമായ ചിന്ത കൊണ്ടോ അനാവശ്യമായ കാഴ്ച കൊണ്ടോ ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണോ? അതല്ല ആ ഭാഗം മാത്രം കഴുകി വുളു ചെയ്ത് നിസ്കരിച്ചാൽ പറ്റുമോ എന്നാ ചോദിച്ചത്. ചോദ്യം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന്, അനാവശ്യമായ ചിന്തകൾ വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് ആ ചിന്തയെ മാറ്റിക്കളയാം. ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് ഇബ്ലീസ് വരില്ല. എന്നിട്ട് വരുന്നുണ്ടോ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഒരു ഇബ്ലീസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ആയത്തുൽ കുർസി ഓതിയാൽ അത് നല്ല നിയ്യത്തോടുകൂടെ ചെയ്യുക. പടച്ചവൻ നമ്മുടെ ചിന്തകളെ മനസ്സിനെ അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അനാവശ്യമായ കാഴ്ച കൊണ്ടോ ഒരു ഗെയിംസ് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു സ്ഖലനം സംഭവിക്കുമോ? ഒരു മനുഷ്യൻ ഞങ്ങൾ സംഭവിച്ച അതിന്റെ മസല പറയാം. പക്ഷെ നോട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വിഷയം, ഒരു ഹറാമായൊരു വിഷയം ആലോചിച്ച് ഇരിക്കുകയാണ്. ആ ചിന്തയും ആ നോട്ടവും ആ സമയവും അത്രയും ഹറാമിലാണ് നടക്കുന്നത്. ഇനി അവിടെ സ്ഖലനം സംഭവിച്ചു, കുളി നിർബന്ധമാണ്. അൽമാഉ മിനൽ മാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. അത് ഉറക്കത്തിൽ സംഭവിച്ചാലും കുളി നിർബന്ധമാണ്. ഉറക്കത്തിൽ ഒരാളുടെ സ്വപ്നം കണ്ടു, അങ്ങനെ തന്റെ ഭാര്യയെ സ്വപ്നം കണ്ടു, പക്ഷേ എന്തൊക്കെയോ അങ്ങനെ സ്ഖലനം ഉണ്ടായി എന്നൊക്കെ തോന്നി, പക്ഷെ ഉണർന്നു നോക്കുമ്പോ അതൊന്നും അടയാളങ്ങളൊന്നും കാണാനില്ല. എന്നാൽ കുഴപ്പമില്ല, എന്ന സ്ഖലനം സംഭവിക്കാത്തത് കൊണ്ട് ഉറക്കത്തിൽ സംഭവിച്ചാൽ പോലും കുളി നിർബന്ധമാണ്. ഉണർച്ചയിൽ സംഭവിച്ചാലും കുളി നിർബന്ധം തന്നെയാണ്. സ്ഖലിച്ചാൽ മാത്രമല്ല കുളി നിർബന്ധമാണ്. ഭാര്യയും ഭർത്താവുമുള്ള ജീവിതത്തിൽ അവരുടെ ശാരീരികമായ ആ ബന്ധപ്പെടലിൽ ഹസ്ഫ എന്ന് പറയുന്ന പുരുഷന്റെ ലിംഗഭാഗത്തിന്റെ അഗ്രം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കലോട് കൂടെ തന്നെ കുളി നിർബന്ധമായി. അവിടെ സ്ഖലനം നടക്കണം പോലും നിർബന്ധമില്ല. ഇദാ ജാബസൽ ഖിതാനു അൽ ഖിതാന വജബൽ ഗുസ്ലു എന്നാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചലാക്രമം ചെയ്യപ്പെടുന്ന സ്ഥലവും വിട്ടു കടന്നാൽ നമ്മൾ സ്ത്രീയിൽ പുരുഷന്റെ പ്രവേശിച്ചാൽ അതോടുകൂടെ തന്നെ കുളി നിർബന്ധമായി. മനസ്സിലായില്ലേ? പിന്നെ ഇത് പറഞ്ഞപ്പോ ഒരു മഹാനായ അല്ലാമ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ റഈസ് എന്നറിയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. അവരുടെ ഒരു വാക്കുണ്ട്, ലാ യഹ്തലിമു വരിഉൻ ഇല്ലാ അലാ അഹ്ലിഹി. ഉറക്കത്തില് എന്തെങ്കിലും സ്വപ്നം കാണുക, ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്വപ്നം കാണുക, അത് മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവൂല. ലാ യഹ്തലിമു വരിഉൻ, അള്ളാഹുവിനെ പറ്റി സൂക്ഷ്മതയുള്ള ഒരാൾക്കും ഇഹ്തിലാം സ്വപ്നസ്ഖലനം സംഭവിക്കില്ല. ഇല്ല അലാ അഹ്ലിഹി, സ്വന്തം ഭാര്യയെ ഓർത്തുകൊണ്ടല്ലാതെ ഒരു മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് സ്വപ്നസ്ഖലനം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓർത്തിട്ട് തനുമായി വിവാഹബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ തന്റെ ഭാര്യയല്ലാത്ത ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടും മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് വരില്ല. അങ്ങനെയൊക്കെ വല്ല ആളുകളെയും ഒക്കെ ഓർത്തുകൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ വിഷയത്തിൽ ഒന്ന് ശരിക്കൊരു അഴിച്ചുപണി ആവശ്യമാണ് എന്നുകൂടെ എന്റെ ചേർത്ത് വായിക്കാൻ പറയാൻ. അല്ലാഹു തആല നമ്മൾക്ക് അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ.